ഇന്റർവ്യൂ കാണാറുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ധ്യാന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാ, ധ്യാന്റെ ഇന്റർവ്യൂ കണ്ടു ധ്യാന്റെ ഞാൻ കാണും. അയ്യോ, ധ്യാൻ കണ്ടു. ധ്യാനെ കുറിച്ച് നമ്മുടെ വിനീത് പറഞ്ഞത് കണ്ടു. അത് രണ്ടും കണ്ടു. ഒരു മുറിയാണ് ധ്യാനിൻ്റെ ലോകം എന്ന് വിനീത് പറഞ്ഞതൊക്കെ. അവൻ എപ്പോഴും ഒരു മുറിക്കകത്താണ് അവൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ, അല്ല അത് അവർ രണ്ടുപേരും ഒക്കെ സ്വതസിദ്ധമായിട്ട് സംസാരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും അല്ലേ. ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ വല്ലതും ശ്രമിച്ചാൽ അത് നമ്മൾ വളിപ്പ് പറഞ്ഞ ചോദ്യം ഒരു കോമൺ ഭാഷയുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞതിൻ്റെ വിട്ട. അപ്പോൾ അത് എനിക്ക് അവരെ എല്ലാവരെയും വലിയ ഇഷ്ടമായി. അയ്യോ, ശ്രീനിവാസൻ ഓഫ് കോഴ്സ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവരെയൊക്കെ ഒരു പ്രായമൊക്കെ തെറ്റി ഞാൻ പണ്ട് പറയായിരുന്നു ശ്രീനിവാസൻ്റെ കൂടെ അഭിനയിക്കേണ്ട ഒരു നല്ല കോമഡി റോളെന്ന്. ഇപ്പം പിന്നെ അദ്ദേഹവും അഭിനയം കുറച്ച് ശരിക്കും എന്തൊരു സ്പോണ്ടേനിയസ് ആയിട്ട് ഓരോന്ന് വരുന്ന ആക്ടറാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് ഞാൻ പണ്ട് മുതലേ ഞാൻ സിനിമയിൽ വന്ന കാലം തൊട്ട് എന്നോട് ചോദിക്കുന്നത് മോഹൻലാൽ ഫാനാണോ മമ്മൂട്ടി ഫാനാണോ എന്ന് പറഞ്ഞിരുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞത്, പണ്ട് ഞാൻ അഫ്കോഴ്സ് ലാലേട്ടൻ ഫാൻ മമ്മൂക്ക ഫാനാണ് എപ്പോഴും. പക്ഷെ എൻ്റെ ഒരു പിന്നീടുള്ള ഞാൻ ഏറ്റവും വലിയ ഫാൻ എന്ന് പറയുന്നത് രാജുവേട്ടൻ്റെ ഫാനാണ്. ഞാൻ അന്നും ഇന്നും പൃഥ്വിരാജ് ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. ഞാൻ പുള്ളിയോട് നേരിട്ട് പറയും, പുള്ളിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ ഹാർഡ് കോർ പൃഥ്വിരാജ് ഫാനാണ്. അപ്പം ഞാൻ മല്ലികാന്റിനെ കാണുമ്പോഴും അല്ലെങ്കിൽ കാണുമ്പോൾ ഞാൻ രാജുവേട്ടൻ്റെ അമ്മ അല്ലെങ്കിൽ രാജുവേട്ടൻ്റെ അമ്മ എന്നുള്ള സാധനമാണ്. എനിക്കറിയില്ല അതിന് മുന്നേ മല്ലികാന്റിനെ ഞാൻ കണ്ടിട്ടില്ല കഥ പറയുന്നത് തന്നെ. പിന്നെ ഞാൻ രാജുവേട്ടൻ ഫാൻ മാറി മറ്റേ സുമാരൻ ഫാനായി മാറി. കാരണം അറിയാമോ, ഇത്രയും കാര്യങ്ങളെപ്പറ്റി നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇപ്പം നമ്മൾ മമ്മൂക്കനെ പറ്റി പറയുമല്ലോ, ഏത് മമ്മൂക്ക എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആണ്, കാര്യങ്ങൾ ഇതിനെപ്പറ്റി എല്ലാം ധാരണയുണ്ട്. ഇത് അതുപോലൊരു മമ്മൂക്കയുടെ വേറൊരു ഫീമെയിൽ വേർഷൻ പോലത്തെ ഒരു സാധനം, എല്ലാ കാര്യത്തിനെ പറ്റിയിട്ടുള്ള അറിവ് ടോട്ടലി അപ്ഡേറ്റഡ്. അന്ന് രാജുവേട്ടൻ ചെയ്ത സിനിമകളെ പറ്റി അടക്കം എന്നോട്, അത് പറയാൻ പറ്റില്ല, എന്നോട് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞ ഇന്ദ്രേട്ടൻ്റെ സിനിമകളെ പറ്റിയിട്ടും എല്ലാത്തിനെ പറ്റിയും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന, അല്ലെങ്കിൽ പിന്നെ ആ എനർജി, ആ സ്പിരിറ്റ്, ലൊക്കേഷനിലുള്ള ചേച്ചിയുടെ ഒരു ആൻറ്റിയുടെ ഒരു എനർജി, നമ്മുടെ കൂടെയുള്ള നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ, എന്തിനും റെഡിയായി നിൽക്കുന്ന ആ ഒരു ഏജിലാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. കാരണം രാജുവേട്ടൻ്റെ ഒക്കെ അമ്മയാണ്, ഇന്ദ്രേട്ടൻ്റെ അമ്മയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ആളാണ്. അപ്പം അങ്ങനെ ഒരാള് നമ്മുടെ കൂടെ ഇങ്ങനെ നമ്മുടെ മറ്റേ ബഡ്ഡി നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കുക ഡ്രാമ. പിന്നെ അപ്പൊ എനിക്ക് മല്ലികാന്റിയുടെ കോൺട്രിബ്യൂഷൻ എനിക്ക് ആ ക്യാരക്ടർ ഞാൻ ഓപ്ഷൻ വെച്ചെന്ന് ഒറ്റ ഒരാളുണ്ടായിരുന്നുള്ളൂ. രണ്ടുപേരായിരുന്നു, ഒന്നുകിൽ ഉർവശി ചേച്ചി അല്ലെങ്കിൽ മല്ലികാന്റി. ഈ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് വേറെ ഓപ്ഷനേ ഇല്ല. കാരണം ഇന്നും ഞാൻ അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ എൻ്റെ സിനിമയിൽ പെർമനന്റ് ആയിട്ട് എൻ്റെ എല്ലാ സിനിമകളിലും ഉണ്ടാകാൻ പോകുന്ന ഒരൊറ്റ ഒരാൾ മല്ലികാന്റി ഇരിക്കും. ബിക്കോസ് സെറ്റിലുണ്ടാവും. ഞാൻ സ്ഥിരമായി വിളിക്കുന്ന ഒന്നുമല്ല. ആന്റിയുടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഒരു ഓളം. അപ്പൊ അത് ആ പോസിറ്റീവ് സാധനം ആന്റി കയറി വരുമ്പോൾ തന്നെ ആ സെറ്റിലുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള, അല്ലെങ്കിൽ പുറമേ വേറെ ഒന്നുമില്ല, കാര്യം ഏത് ഇഷ്ടമല്ലെങ്കിൽ എന്തിനാണ് രാവിലെ തന്നെ വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ പണ്ട കിടക്കാന്നൊക്കെ പറഞ്ഞു. ആ ചീത്ത പറയുന്ന ആയിക്കോട്ടെ, ആ നല്ലത് പറയുന്ന ആയിക്കോട്ടെ, അത് കേൾക്കാനൊരു ഫ്രീ ഫ്ലോയാ. അത് മറ്റേ കുറ്റം പറയുന്ന ആയിക്കോട്ടെ, ചീത്ത പറയുന്ന ആയിക്കോട്ടെ, നല്ലത് പറയുന്ന ആയിക്കോട്ടെ, അതിന് ഒറ്റ മീറ്ററാ. അങ്ങനെ ഒറ്റ മീറ്ററുള്ള ഒരാളാ.